നമസ്കാരം. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരത്തിന്റെ വർണ്ണാഭമായ കുടമാറ്റം നടക്കുന്ന വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മറ്റൊരു പൂരമാണ്. പഞ്ചാരിയും പാണ്ടിയും പഞ്ചവാദ്യവും വർണ്ണക്കുടകളുടെ ആ സൗരഭ്യവും ഒക്കെ നിറയുന്ന ഒരു ഓണപ്പൂരം. ഏറെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് തൃശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഈ വർഷത്തെ ഓൺലൈൻ ഓണാഘോഷത്തിലേക്ക്. നമുക്ക് ഒരുമിച്ച് പറയാം, ആർപ്പോ ഇറോ. എണ്ണം പറഞ്ഞ മേളക്കലാകാരന്മാരും കരിവീര ചന്തം തുളുമ്പുന്ന ഗജവീരന്മാരുമൊക്കെ സംഗമിക്കുന്ന വൻ ജനാവലി ഒത്തുകൂടുന്ന മഹോത്സവമാണ് തൃശൂർ പൂരം. അതുപോലെ നമ്മുടെ ഈ കുടുംബത്തിന്റെ ആഘോഷത്തിലും വലിയൊരു സംഗമം തന്നെയാണ് നടക്കുന്നത്. ഈ ഒത്തുചേരലിന്റെ ഉദ്ഘാടനം വാക്കുകളിലൂടെ നമ്മുടെ വഴികാട്ടിയായ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ കെ പി വിശ്വനാഥൻ സാർ നിർവഹിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കോപ്പറേറ്റീവ് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഇക്കൊല്ലത്തെ ഓണാഘോഷ പരിപാടികൾ ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആദ്യമായി ഈ നല്ല അവസരത്തിൽ ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ ആദ്യമേ തന്നെ നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. നമ്മുടെ കോളേജ് നിങ്ങൾക്കറിയാവുന്നതുപോലെ 1983 ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ രംഗത്തെ ഒരു നല്ല സ്ഥാപനമാണ്. സഹകരണ മേഖലയിൽ ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങിയ ഈ സംരംഭം 38 കൊല്ലത്തെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അഭിമാനിക്കാൻ ഉള്ള ഒരവസരങ്ങളാണ് നമ്മുടെ ഓർമ്മയിൽ വരുന്നത്. ഓണത്തോടനുബന്ധിച്ച് അതിൻ്റെ ആഘോഷം സമുചിതമായിട്ട് നടത്തുന്നത് നമ്മുടെ പതിവാണ്. കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലവും അത് നടക്കുന്നുണ്ട് എന്ന് പറയുന്നതിലും അഭിമാനമുണ്ട്. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതിന് പരിമിതികളുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓൺലൈനിൽ ആഘോഷം സംഘടിപ്പിക്കാനും അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനും നമുക്ക് ഇടവന്നിട്ടുള്ളത്. എന്നാലും നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഓണാഘോഷം നമുക്ക് നടത്തണം എന്നുള്ള ഭരണസമിതിയുടെ നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള ഒരാഗ്രഹമാണ് നമ്മളിവിടെ സഫലീകരിക്കാൻ പോകുന്നത്. ഞങ്ങളെല്ലാവരും പങ്കുചേർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒക്കെ ഈ സംരംഭത്തിൽ പങ്കാളികളായി നമ്മുടെ പരിമിതികൾക്കൊന്നും നിന്നുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റും അതുപോലെ തന്നെ മറ്റ് ആരോഗ്യ പ്രവർത്തകരും ഒക്കെ പറയുന്ന എല്ലാ നിബന്ധനകൾക്കും വിധേയമായിക്കൊണ്ട് ഇത് നന്നായി നടത്താൻ നിങ്ങൾക്ക് സാധിക്കണം. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. തേക്കിൻകാടിന്റെ വിരുമാറിൽ ഒന്നിനു പുറകെ ഒന്നായി വന്നു ചേരുന്ന ചെറുപൂരങ്ങൾ പോലെ നമ്മുടെ ഈ ഓണപ്പൂരത്തിലും ഇനി ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ കലാകാരന്മാരും കലാകാരികളും തീർക്കുന്ന ഓണ കാഴ്ചകളാണ്. കണ്ണും കാതും മനസ്സും നിറയ്ക്കാൻ അവരിതാ ഒരുങ്ങിക്കഴിഞ്ഞു, എത്തുകയാണ്.
ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിനവാം കതിരോണം. നിറമാർന്നൊരു നിറപുഞ്ചിരി നിറപ്പറയും നിറദീപവും കനവിൽ തെളിയും പൊന്നോണം. പുഴയും പാലരുവികളും പൂവേ പൊലി പാടുമ്പോൾ ഗമ പനി സഗനി സപനി മപഗമ പനി പമഗ സനി സഗമ. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ ദിനവാം കതിരോണം. പ്രിയമുള്ള അധ്യാപകരെ, വിദ്യാർത്ഥിനികളെ, സ്നേഹമുള്ള രക്ഷിതാക്കളെ, പ്രിയമുള്ളവരെ, കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഓണം സെലിബ്രേഷൻ ഇന്ന് ഓൺലൈനിൽ ആഘോഷിക്കുകയാണ്. കോവിഡ്-19 എന്ന മഹാമാരി സമൂഹത്തിലെ വിവിധ വിഭാഗം ആളുകളെ പലതരത്തിലാണ് ബാധിച്ചതെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിൽ ഏറ്റവും അധികം സഹിക്കേണ്ടി വന്ന വിഭാഗം വിദ്യാർത്ഥി വിഭാഗമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം. അവർക്ക് പുതിയ അറിവുകൾ
സുഹൃത്തുക്കളിൽ നിന്നും ക്യാമ്പസിൽ നിന്നും ലഭിക്കേണ്ടതായ കുറേ അറിവുകളാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം അവർക്ക് നഷ്ടപ്പെടുകയാണ്. എന്നിരുന്നാലും കോപ്പറേറ്റീവ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഒരു അവസരവും നഷ്ടപ്പെടരുത് എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മളിന്ന് ഓണാഘോഷം ഓൺലൈനിലായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത്. വിദ്യാർത്ഥികളുടെ ധാരാളം കലാപരിപാടികൾക്ക് പുറമേ നമുക്ക് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് സെലിബ്രിറ്റികളുടെ ആശംസകളും ഇന്ന് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ പഴയ നല്ല കാലം വീണ്ടും തിരിച്ചു വരും എന്ന പ്രത്യാശയോടെ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. പതിനഞ്ച് ഗജവീരന്മാർ അണിനിരക്കുമ്പോൾ കോലമേന്തി നടുവിൽ നിൽക്കുന്ന ഗജവീരന്റെ പ്രൗഢി പോലെ നമ്മുടെ ഈ ഓണപ്പൂരത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കാൻ പ്രമുഖരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അവരും ഇക്കുറി നമ്മുടെ കുടുംബത്തോടൊപ്പം ഓണം കൂടുകയാണ്. ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരെ നമുക്ക് വരവേൽക്കാം. ഞാൻ വിദ്യാധരൻ, സംഗീത സംവിധായകൻ. തൃശ്ശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഓണാഘോഷ പരിപാടി ഓൺലൈനായിട്ട് നടക്കുകയാണ് കുട്ടികളുടെ. അപ്പോൾ അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നതോടൊപ്പം ഓണവിശേഷങ്ങൾ അടുത്തിരിക്കുന്നു. നമ്മുടെ ഓണം ഈ ആഗസ്റ്റ് മാസം തുടങ്ങുകയില്ല. 19, 20, 21 ഓണമല്ലേ. പഴയ കാലത്തെ ഓണവും ഈ കാലത്തെ ഓണമായിട്ട് പറയുമ്പോൾ നമുക്കൊന്നും ശരിക്കും ഓണ ആഘോഷങ്ങളില്ല. സത്യത്തിൽ വളരെ ദുഃഖമാണ്. ഞാൻ സംഗീത മേഖലയിൽ വർഷങ്ങളായിട്ട് പങ്കെടുക്കുന്ന ഒരാളായതുകൊണ്ട് ഓണപ്പാട്ടുകൾ ഉണ്ടാക്കുക, ഓണത്തിൻ്റെ വിശേഷങ്ങളായിട്ട് പങ്കുവെക്കുക, ഓണക്കളികൾ കാണുക, അങ്ങനെ ഒരുപാട് ചിട്ടകളും ചടങ്ങുകളും 1-2 വർഷമായിട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഓൺലൈനിലാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഓണാഘോഷം അങ്ങനെയും ചെയ്യാൻ കഴിയട്ടെ. സുഖമായിട്ട് കലാപരിപാടികൾ അവതരിപ്പിച്ച് നല്ല രീതിയിൽ നിങ്ങൾ ആഘോഷിക്കും. അതിനെല്ലാവിധ നന്മകളും ആശംസകളും നേരുന്നു. ഓണപ്പാട്ടിനുടുക്കുമായി പാടും വാതിലിൽ മുട്ടി വിളിച്ചില്ല, പടിവാതിലിൽ മുട്ടി വിളിച്ചില്ല. നാവോറു പാടാൻ പണ്ടേ പോലെ പുള്ളുവരാരും വന്നില്ല. ഉള്ളിലെ പുള്ളോക്കുടം തേങ്ങി ഓണപ്പാട്ടിനുടുക്കുമായി പാടൻ വാതിലിൽ മുട്ടി വിളിച്ചില്ല, പടിവാതിലിൽ മുട്ടി വിളിച്ചില്ല. എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിനവാം കതിരോണം. നിറമാർന്നൊരു നിറപുഞ്ചിരി നിറപ്പറയും നിറദീപവും കനവിൽ തെളിയും പൊന്നോണം. പുഴയും പാലരുവികളും പൂവേ പൊലി പാടുമ്പോൾ ഗമപനി സഗനി സപനി മപഗമ പനി പമഗ സഗമ. മലയാളക്കരയാകെ മണിവീണ ശ്രുതി പാടും മനസ്സിൽ തെളിയും തിരുവോണം. ഉത്രാടം ഉണരുമ്പോൾ ഉള്ളിൽ കൊതി ഉയരുന്നൊരു ഉറവിൻ നിനവാം കതിരോണം. തുമ്പപ്പൂച്ചോലകളും മുക്കുറ്റിക്കാടുകളും പൂവിളിയാൽ പുലരുന്നൊരു ഉത്സവനാള്.
മാറ്റം കാണും നാട് പുലിയായി നരിയായി മാറും ഗമപനി പമഗ സഗമപ. നമസ്കാരം. ഓണം മലയാളികളുടെ മഹോത്സവമാണ്, ഒരുമയുടെ ആഘോഷമാണ് ഓണം. കേരളത്തിലെ എവിടെ മലയാളികൾ ഓണം ആഘോഷിക്കുന്നതിനോടൊപ്പം ലോകത്തിലെ എല്ലാ കോണിലും ഇരിക്കുന്ന മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ്. ചിങ്ങമാസത്തിലെ പൊന്നോണം മലയാളികളുടെ മറക്കാത്ത ഓർമ്മകളാണ് കുട്ടിക്കാലം മുതൽക്ക്. കുട്ടികൾക്കാണ് ഓണത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ. അതുപോലെ തന്നെ നല്ല വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം, നല്ല വസ്ത്രം, എല്ലാത്തിനും പുതുമ ഉള്ള ഒരു ആഘോഷമാണ് ഓണം. ഓണാഘോഷത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർ കോപ്പറേറ്റീവ് കോളേജ് സ്റ്റാഫും വിദ്യാർത്ഥികളും ചേർന്ന് ഒരുക്കുന്ന ഓണാഘോഷം ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കട്ടെ, നല്ല ഒരു ആഘോഷമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നമസ്കാരം. പ്രിയമുള്ളവരെ, ഈ കോവിഡ് എന്ന മഹാമാരിക്കൊപ്പം ജീവിക്കേണ്ടി വരുമ്പോഴും പ്രതീക്ഷയുടെ കിരണവുമായി ഓണം എത്തുകയാണ്. ഈ വർഷവും അതിഗംഭീരമായി നമ്മൾ ഓൺലൈനിൽ ഓണം തീർക്കുകയാണ്. ഇതിൽ പങ്കുചേർന്ന് ഓർമ്മയുടെ മധുരച്ചെപ്പിൽ മറ്റൊരോണം കൂടി സൂക്ഷിച്ചു വെക്കാം. എല്ലാ അധ്യാപകർക്കും അനധ്യാപകർക്കും പ്രിയപ്പെട്ട എൻ്റെ വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പൈസ പോണ വഴി അറിയില്ല. ഇനിയിപ്പോൾ ഓണത്തിന് പച്ചക്കറി മേടിക്കണം. ഇനിയിപ്പോൾ മേടിക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ പൈസ വേറെ എവിടെയെങ്കിലും പോയി കടം മേടിക്കേണ്ടി വരും. അല്ല, ഇതെന്താണ് ബൈക്ക് അള്ളിക്കൊണ്ടിരുന്നേ? വരുന്ന വഴിക്ക് പെട്രോളും പച്ചക്കറിയും തമ്മിൽ മത്സരം. 50 രൂപ ഉണ്ടായിരുന്ന പച്ചക്കറി ഇപ്പോൾ 100 രൂപ. പെട്രോളിൻ്റെ വില ആണെങ്കിൽ 100 കടന്നു. പിന്നെ തള്ളാൻ ഞാൻ എടുക്കാനാണല്ലോ. ഓ, അത് പിന്നെ എനിക്ക് പണ്ടേ അറിയാം. പിന്നെ ഞാൻ തള്ളി വന്നു. അല്ല, ഞാൻ എന്തിനീ സവോളൊക്കെ ഇരുന്നേ? നീ എന്തെങ്കിലും കറി ഉണ്ടാക്കാൻ മതിക്കാൻ പറ്റില്ല. ഹലോ ഹലോ. അല്ല, നീ എന്തി കിടന്ന് ചോദിക്കണേ? അറിയില്ല. എന്റെ കടയിൽ തിരക്കുണ്ടായിരുന്നോ? പിന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും ഇപ്പം എന്നിട്ട് വരാണ്ടിട്ടുണ്ട് കേട്ടോ. നിനക്ക് കൊറോണയാ? വെൽക്കം ബാക്ക്. ദിസ് ഈസ് അർജ ലൈഫ്. നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് കോവിഡ് കാലത്തെ ഓണാഘോഷത്തെക്കുറിച്ചാണ്. ഒരു തേർഡ് വേവിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തു പോകുമ്പോൾ നിർബന്ധമായും ഡബിൾ മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ കരുതുക, ഗ്ലൗസ് ധരിക്കുക.
കോവിഡ് പ്രോട്ടോക്കോളുകൾ എല്ലാം പാലിക്കുക. ഈ തവണ ഒരു ഗംഭീര ഓണം ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദിസ് ഈസ് RJ ലൈഫ് സൈനിങ് ഓഫ്. കോവിഡ് മഹാമാരിയുടെ ഈ കാലഘട്ടത്തിലും അതിനെ വകവയ്ക്കാതെ നമ്മൾ ഒരുങ്ങുകയാണ് ഓണം ആഘോഷിക്കാൻ. തൃശൂർ കോപ്പറേറ്റീവ് കോളേജും ഓണ ആഘോഷത്തിന്റെ ലഹരിയിലാണ്. ഈ ഓണ ആഘോഷത്തിൽ നിങ്ങളോടൊപ്പം ഓണം ആഘോഷിക്കാൻ എന്നെ ക്ഷണിച്ചതിൽ ഈ സ്കൂളിന്റെ എല്ലാ ഭാരവാഹികൾക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഈ ഓണം എല്ലാ കാലത്തെ പോലെ ഇപ്രാവശ്യവും നമുക്ക് വളരെ മനോഹരമായി ആഘോഷിക്കാം. അത് നമുക്ക് തയ്യാറെടുക്കാം. എൻ്റെ എല്ലാവിധ ഹൃദ്യമായ ഓണാശംസകളും കോപ്പറേറ്റീവ് കോളേജിലെ അധ്യാപകർക്കും വിദ്യാർത്ഥിനികൾക്കും അനധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി. പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാടിക്കളിക്കുവാനായാലിമാർ വേണം, തുഴക്കാരമ്പതു വേണം, തോണികളായിരമായിരം വേണം, കായലിലോളം തുള്ളും പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാതിരാപ്പൂ വേണം, ആതിരാരാവു വേണം, പാടിക്കളിക്കുവാനായാലിമാർ വേണം, തുഴക്കാരമ്പതു വേണം, തോണികളായിരമായിരം വേണം, കായലിലോളം തുള്ളും തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈതൈതോ, തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈതൈതോ, തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈതൈതോ, തിത്തിത്താരാ തിത്തിത്തൈ തിത്തൈ തകതൈതൈതോ.
നമ്മുടെയൊക്കെ ഒത്തുചേരലുകളും ആഘോഷങ്ങളും പഠനവും എല്ലാം ഒരു COVID-19 എന്ന വൈറസിൻ്റെ നിയന്ത്രണത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ മനുഷ്യ മനസ്സുകളെ നിയന്ത്രിച്ചു നിർത്താൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് തെളിയിച്ചുകൊണ്ട് തൃശ്ശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം അത് ഓൺലൈൻ ഓണാഘോഷമായി ആഘോഷിക്കുന്നു. ഈ ഓൺലൈൻ ഓണാഘോഷത്തോടൊപ്പം മനസ്സുകൊണ്ട് ഞാനും പങ്കുചേരുന്നു. തൃശ്ശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഒരുപാട് സ്പെഷ്യൽസ് നിറഞ്ഞതാണ് നമ്മുടെ തൃശ്ശൂർ പൂരം. പ്രത്യേകിച്ച് കുടമാറ്റത്തിൻ്റെ കാര്യത്തിലൊക്കെ പറമേക്കാവ്, തിരുവമ്പാടി വിഭാഗങ്ങൾ ഓരോ വർഷവും സ്പെഷ്യൽ കുടകളൊക്കെ ഇറക്കി നമ്മളെ വിസ്മയിപ്പിക്കാറുണ്ട്. സത്യത്തിൽ നമ്മുടെ കോളേജുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന നമ്മുടെ വിദ്യാർത്ഥി കൂട്ടായ്മ സോൾ ആൻഡ് ബ്ലഡ് സെൽ, നേച്ചർ ഇന്റിമേറ്റ്സ് ഫ്രണ്ട്സ് അസോസിയേഷൻ, നിഫ, അക്ഷരം സാഹിത്യ സർഗവേദി, ഇതൊക്കെ ഏതൊരു കോളേജിനും മാതൃകയായി മാറുന്ന സ്പെഷ്യൽസ് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ആ സ്പെഷ്യൽസാണ് ഇനി നമ്മുടെ ഓണപ്പൂരമായ ആർപ്പൂ ഇറു.
നമസ്കാരം, ഞാൻ സുനിൽ സുഗത. തൃശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷം. ഇത്തവണ ഓണാഘോഷം ഓൺലൈനായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. ഓണാഘോഷത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. ശാരീരികമായി നമ്മൾ അകലെയാണെങ്കിലും മാനസികമായി നമ്മളെ അടുപ്പിക്കാനും മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം തരാനും ഇത്തരം സംഗമങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സ്റ്റേ സേഫ്, സ്റ്റേ ബ്ലെസ്ഡ്. ഹാപ്പി ഓണം. ഞാൻ പ്രകൃതി നിറയെ പച്ചപ്പും കുളിരും ഹൃദയത്തിൽ നിന്നും പുഷ്പങ്ങളും വിരിയിച്ച് മേളമേറിയതിന്റെ കാർക്കുന്തലടിച്ചിട്ട് ഞാൻ സ്പർശിക്കുന്ന മണ്ണിൽ നിറയെ വസന്തം തീർക്കാറുണ്ടായിരുന്നു. എന്ത് ഭംഗിയായിരുന്നു ഞാൻ! എത്രയോ മനോഹരമായ കാലഘട്ടമായിരുന്നു അത്. ഒരു നിമിഷം ഇന്നത്തെ ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഇന്നെന്റെ ശ്വാസം വറ്റി തുടങ്ങിയിരിക്കുന്നു. കാർക്കൂന്തലായി ഒഴുകുന്ന നദികളെ നിങ്ങൾ അശുദ്ധമാക്കി. എന്റെ കഴുത്തിനെ നീ മതിലുകൾ കൊണ്ട് മരവിപ്പിച്ചു. എന്റെ മാറിടമാകുന്ന മലകളെ നീ വെട്ടിമാറ്റി. എന്റെ പാദസ്പർശം കൊണ്ട് വസന്തം തീർത്തിടം പറ്റി വഞ്ചിതനായ മനുഷ്യ, മതിയായില്ലേ നിനക്ക്? ഇനി എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. ഞാൻ വെറും ജഡമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓർത്തോ മനുഷ്യ, നിന്റെ ജീവിതാന്ത്യം അകലെയല്ല. എനിക്ക് ജീവിക്കണം. എന്റെ തലമുറയ്ക്ക് വേണ്ടി വസന്തം തീർക്കുവാൻ, പച്ചപ്പ് വിടർത്തുവാൻ, എന്നെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇനി കത്തി ജ്വലിക്കാൻ പോവുകയാണ്. ചോരയും നീരും മാംസവും അടർത്തിയെടുത്തുകൊണ്ട് നീ അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നീചപ്രവൃത്തികൾക്ക് എന്നാണോ അന്ത്യമുണ്ടാകുന്നത്, അന്നേ മനുഷ്യ നീ മാരക രോഗങ്ങളില്ലാതെ, പ്രകൃതി ദുരന്തങ്ങളില്ലാതെ സമാധാനപരമായി ജീവിക്കൂ. നിന്റെ പ്രവൃത്തികൾ എത്രത്തോളം മതിൽ കടക്കുന്നുവോ അത്രത്തോളം നിനക്ക് നഷ്ടവും സംഭവിക്കും. ഇനിയും നീ എന്നെ സംരക്ഷിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഓർത്തോ മനുഷ്യ, ഞാൻ എന്റെ രൗദ്രതാണ്ഡവം തുടങ്ങിക്കഴിഞ്ഞു.
ഓണത്തിന്റെ തീയതി കൃത്യമായി നോക്കി അതനുസരിച്ച് ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് എത്ര ദൂരെയാണെങ്കിലും അന്ന് പൂരത്തിന് പങ്കെടുക്കുന്ന ആളുകളും ഒരുപാട്. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും അതുപോലെയാണ്. എത്ര ദൂരത്താണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും നമ്മുടെ ഈ കുടുംബത്തിന്റെ ആഘോഷത്തോടൊപ്പം എന്നും അവരും. ഇക്കുറിയും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും അവരും അവരുടെ കുടുംബാംഗങ്ങളും നമ്മുടെ ഈ ഓണപ്പൂരത്തിൽ ആർപ്പോ ഇറോയിൽ പങ്കുചേരുകയാണ്. ഓണം വന്നോണം വന്നോണം വന്ന് മനത്തൊരായിരം പൂവിരിഞ്ഞ് മനത്തെ പുന്നുള്ളാൻ ആര് പോണം താഴത്തെ വീട്ടിലെ ഉണ്ണി പോണം. അപ്പൊ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം ഓൾ. ഏവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. പ്രതിസന്ധിയുടെ കാലത്ത് സൗഹൃദവും സാഹോദര്യവും നിലനിർത്തി നമുക്കൊരു ഓണക്കാലം ആഘോഷിക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം. എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ ഓണാശംസകൾ. ഈ പൊന്നിൻ ചിങ്ങമാസത്തിലെ പൊന്നോണത്തെ വരവേൽക്കാൻ നിറഞ്ഞ സ്നേഹത്തോടെ അതിലുപരി സന്തോഷത്തോടെ നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ കോളേജിലെ ഓണാഘോഷങ്ങളും അതുപോലെ മറ്റെല്ലാ ആഘോഷങ്ങളും ഭയങ്കര മധുരമുള്ള ഓർമ്മകളാണ്. അതെ, ടീച്ചേഴ്സും കൂട്ടുകാരും ഒക്കെയുള്ള ഓണസദ്യയും ഓണപ്പാട്ടും എല്ലാം നല്ല ഓർമ്മകളായിരുന്നു. റോസയുടെ ഓണം അതേപോലെ തന്നെയാണ്. പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും അധ്യാപകരുടെ കൂടെ ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് നൃത്തം ചെയ്യുക, പാട്ട് പാടുക, എല്ലാം വളരെ മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ്. എത്രയും പെട്ടെന്ന് ആ ഒരു കാലഘട്ടം വീണ്ടും തിരിച്ചു കിട്ടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ. കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു
എന്തിനു വേറൊരു സൂര്യോദയം, എന്തിനു വേറൊരു സൂര്യോദയം, നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിനു വേറൊരു മധുവസന്തം, എന്തിനു വേറൊരു മധുവസന്തം, ഇന്നു നീ എന്നരികിലില്ലേ, മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. തൃശ്ശൂരിലെ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ ഈ വർഷത്തെ ഓണാഘോഷം ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. അതിന് എൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും ഞാൻ നേർന്നു കൊടുക്കുന്നു. നമസ്കാരം, ഞാൻ കലാഭവൻ റഹ്മാൻ. തൃശ്ശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഓൺലൈനായിട്ട് അവതരിപ്പിക്കുകയാണ്. അതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും എൻ്റെ സ്നേഹത്തോടുള്ള ഓണാശംസകൾ. ഓൾ ദി ബെസ്റ്റ്. തിരുവോണപ്പൂലരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി, ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. തിരുവോണപ്പൂലരീതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി, ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി. ഞാൻ അപർണ ദാസ്. തൃശ്ശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ വർഷം ഓൺലൈനായാണ് ഓണാഘോഷം നടത്തുന്നത്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമസ്കാരം, ഞാൻ രോഹിത് വി. കോവിഡിൻ്റെ അതിരൂക്ഷമായ കാലഘട്ടത്തിലും ഹൃദ്യമായ ഓൺലൈൻ ഓണാഘോഷം നടത്തുന്ന തൃശ്ശൂരിലെ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നേരുന്നു. നന്ദി. നമസ്കാരം, ഞാൻ സജീഷ് കുട്ടനല്ലൂർ, സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. കോപ്പറേറ്റീവ് കോളേജിലെ വിദ്യാർത്ഥികൾ ഈ ഓണത്തിന് ഓൺലൈനിലൂടെ അതിവിപുലമായ രീതിയിൽ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനെൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ്. ഈ ഓണക്കാലവും കൊറോണക്കാലവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ബന്ധമൊക്കെ ഉണ്ട്. ഓണക്കാലത്ത് നമ്മളൊക്കെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ നാടെങ്ങും ഓടിപ്പായുകയാണ് പതിവ്, അല്ലേ? എന്നാൽ കൊറോണക്കാലത്ത് നമ്മളൊക്കെ പുതിയ മാസ്ക് വാങ്ങാനാണ് നാടെങ്ങും ഓടിപ്പായുന്നത്. ഈ ഓണക്കാലത്ത് നാടെങ്ങും കൈകൊട്ടിക്കളിയാണ്, കൊറോണക്കാലത്ത് നാടെങ്ങും കൈകഴുകൽ കളിയാണ്. വാമനൻ വരുന്നത് തന്നെ മാവേലിയെ ചവിട്ടിത്താഴ്ത്താനാണ്, കൊറോണ വരുന്നതും നമ്മളെ ചവിട്ടിത്താഴ്ത്താനാണ്. എന്തായാലും നമ്മളെ ചവിട്ടിത്താഴ്ത്താൻ വരുന്ന കൊറോണയെ നമ്മൾ മാസ്കും സോപ്പും സാനിറ്റൈസറും വാക്സിനും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കൊറോണയെ ചവിട്ടിത്താഴ്ത്താം. എല്ലാവർക്കും ഓണാശംസ. ഒന്ന് ചിരിക്കാൻ എന്താ തരേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ മുഖാവരണമണിഞ്ഞ് ചിരികൾ മറക്കേണ്ടി വന്നിരിക്കുന്നു നമുക്ക്. എന്നിരുന്നാലും പ്രത്യാശയുടെ പൊന്നോണം വരുമ്പോൾ ദുഃഖങ്ങൾക്ക് അവധി കൊടുത്ത് നമുക്കൊന്ന് മനസ്സ് തുറന്ന് ചിരിച്ചുകൂടെ?
ഒരു ചിരിയോണം ആശംസിക്കുന്നു അക്ഷരം സാഹിത്യ സർഗവേദി. ഓണം സ്മൈലി. ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തിട്ട് ഓർമ്മ വരാം? ഓണം, പൂക്കളം, പിന്നെ മാവേലി. ഇവിടുത്തെ പണ്ടത്തെ ആൾക്കാരൊക്കെയും പറയും ഒരു കുഞ്ഞു മഴ വന്ന് പോയി പറയും മാവേലി വന്ന് പോയതെന്ന് പറയും. അങ്ങനെ പറയുന്നുണ്ട്, എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ പറയുന്നുണ്ട്, പോട്ടെ. അപ്പോൾ ഇവിടെ ചേട്ടന്മാരൊക്കെയും കുമ്മാട്ടി പോകാറുണ്ട്, കുമ്മാട്ടി കളിക്ക് പോകാറുണ്ട്. അപ്പോൾ ഗിരീഷ് ചേട്ടനും പ്രണവേണ്ണൊക്കെയും പോകാറുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ഇതുപോലെ ഒരവസരത്തിൽ ഞാൻ ഇങ്ങനെ വാശി പിടിച്ച് എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് എന്നിട്ട് അച്ഛൻ മറ്റേ ഉണങ്ങിയ വാഴയിലേക്കും വെട്ടി, അന്ന് വേഷം വാങ്ങാൻ പൈസ ഇല്ല കേട്ടോ. അപ്പോൾ വാഴയിലേക്കും വെട്ടി വെച്ച് കിട്ടി മുഖത്ത് കളറൊക്കെ തേച്ചിട്ട് പോയി. ഞങ്ങളുടെ ഇവിടെ ഒരു പട്ടാളക്കാരൻ്റെ വീടുണ്ട്, രാജേന്ദ്രൻ എന്നിട്ട് ആളുടെ പേര്. അപ്പോൾ ഞങ്ങളെ എന്ത് ഇറക്കിയാലും, ഇപ്പോൾ വിഷുക്കണി ഇറക്കിയാലും സാന്താക്ലോസ് എത്തിയാലും ആദ്യം ആളുടെ വീട്ടിൽ പോകും. കാരണം അവിടെ നിന്ന് നല്ല ക്യാഷ് ടീമാണ്. അപ്പോൾ അവിടെ നിന്ന് ആൾ പൈസ തരും. അപ്പോൾ ആളുടെ അവിടെ പോയ കാര്യം ഞാൻ നന്നായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. കാരണം ഒരു 6 മണി 7 മണി സമയത്തിന് പോകണത്. കാരണം അപ്പോൾ ആ ടൈമിൽ അവിടുത്തെ നായന് ഈവനിങ് ബാക്കിന് അടിച്ചു വരുന്ന സമയം. അപ്പോൾ ഈ കോല ഇങ്ങനെ തുള്ളി വരുന്ന കാണുമ്പോൾ നായ്ക്കൾ കിടക്കും. സപ്പോസ് കാരണം പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെയും തെറ്റുണ്ട്. ആ നായ ഓടിയെത്തിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓടിയെത്തി കടിക്കാൻ വന്നത് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുളത്തിൽ ചാടിയതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ ടെൻഷൻ പിടിച്ച ജീവിതത്തിൽ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളെല്ലാം നമുക്ക് ചിരിക്കാനായിട്ടുള്ളൂ. ചിരിയൊരു മരുന്നാണ്, പൊടിക്കൈയാണ്, ആശ്വാസമാണ്, വാക്കുകളെ ഒളിപ്പിച്ചു നിർത്തുന്ന സംസാര രീതിയാണ്. ആ ചിരിയെ വെറും ഒരു മാസ്കിനുള്ളിൽ മാത്രം തളച്ചിട്ടിട്ട് കാലങ്ങൾ കുറേയായി. അങ്ങനെ മാസ്കിനുള്ളിൽ മാത്രം തളച്ചിടേണ്ടതാണോ നമ്മുടെ ചിരി? അല്ല, നമുക്ക് തുറന്നു ചിരിക്കണ്ടേ? വേണം, നമുക്ക് തുറന്നു ചിരിക്കണം. അതിൻ്റെ മാധുര്യം നഷ്ടപ്പെടാതെ തന്നെ. പ്രശസ്ത നോവലിസ്റ്റായ സി രാധാകൃഷ്ണന്റെ ഇനിയൊരു നിറകൺ ചിരി എന്ന അദ്ദേഹത്തിന്റെ കൃതിയിൽ ചിരിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: ചിരിക്കിടയിൽ കരയാൻ, അതായത് ചിരിച്ചുകൊണ്ട് കരയാൻ നമുക്ക് പറ്റില്ല, പക്ഷേ കരഞ്ഞുകൊണ്ട് ചിരിക്കാം. ഒരു നിറകൺ ചിരി. പിറന്നു വീണ കുഞ്ഞ് ഉറക്കത്തിലും വെറുതെ ചിരിക്കുന്നു. പിന്നെ അമ്മ തുടയിൽ അമർത്തി ഒരു തിരുമ കൊടുത്തതിനാൽ കണ്ണു നിറച്ചു നിൽക്കുന്നതിനിടയിൽ ഒരു അണ്ണാറക്കണ്ണനെ കണ്ടാൽ ആ കണ്ണീരിലൂടെ ചിരിക്കുന്നു. അത്രയുമേ എൻ്റെ ഈ ചിരിയിലുമുള്ളൂ. അത്രയുമുണ്ട്. MTയുടെ മഞ്ഞിൽ മനസ്സ് തുറന്നു ചിരിക്കാൻ മറന്നുപോയ വിമല ടീച്ചറോട് സർദാർജി ഇങ്ങനെ പറഞ്ഞു. പിന്നെ ടീച്ചർജി ഒരപേക്ഷ. അവൾ നിശബ്ദമായി കേൾക്കാൻ തയ്യാറെടുത്തു. ഇടയ്ക്കൊന്ന് ചിരിക്കണം, അല്ലെങ്കിൽ ആ മഹാസിദ്ധി മറന്നുപോകും. അതെ, മനസ്സ് തുറന്നുള്ള ചിരി നഷ്ടമായിരിക്കുന്നു. പാതി മനസ്സാലുള്ള ഒരു ചിരി നമ്മൾ മാസ്കിൽ ഒളിപ്പിക്കുന്നു. ഈ വരുന്ന പൊന്നോണക്കാലത്തെങ്കിലും നമുക്ക് മനസ്സ് തുറന്ന് ചിരിക്കാൻ കഴിയട്ടെ. തുമ്പപ്പൂ ചിരി തൂക്കും നാട്ടുമുറ്റം, ചിങ്ങനീലാവു ചാറിപ്പൂത്തു നിൽപ്പൂ, പുഞ്ചിരി ചുണ്ടിൽ തട്ടിപ്പാൽ മധുരം, കാശിത്തുമ്പപ്പൂവേ നീ പുഞ്ചിരി തൂ. അതിജീവനമാണ് ജീവിതം. എന്തിനേയും അതിജീവിക്കുന്നവരാണ് നമ്മൾ മനുഷ്യർ. എല്ലാം നഷ്ടപ്പെട്ട് മനസ്സുടഞ്ഞ് തളർന്നിരിക്കുമ്പോഴും ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം അതെല്ലാം ഒരു ചിരിയിലൊതുക്കി മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ. ഈ കൊറോണ കാലത്തെയും ഒരു ചിരിയിലൂടെ നമുക്ക് അതിജീവിക്കാം. അതിനുള്ളൊരു അവസരമാകട്ടെ പ്രത്യാശയുടെ, അതിജീവനത്തിൻ്റെ, ചിരിയുടെ ഈ പൊന്നോണം. ഏവർക്കും അക്ഷരം സർഗസാഹിത്യവേദിയുടെ തിരുവോണാശംസ. തൃശ്ശൂർ പൂരം ഒരു മത്സരാടിസ്ഥാനത്തിൽ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ ശക്തൻ തമ്പുരാൻ അത് സൃഷ്ടിച്ചത്.
ശരിക്കും പറഞ്ഞാൽ തിരുവമ്പാടിയും പാറമേക്കാവും നടത്തുന്ന പല ഇനങ്ങളിലും വാശിയേറിയ എന്നാൽ സൗഹാർദ്ദപരമായ മത്സരങ്ങൾ നടക്കുന്നതാണ്. നമ്മുടെ ഈ ഓണപ്പൂരത്തിലും മത്സരങ്ങളുണ്ട്, മത്സര ഫലങ്ങളുണ്ട്, മത്സരാർത്ഥികളുണ്ട്, മത്സര വിജയികളുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കാൻ മണ്ണിൽ ഉപേക്ഷിക്കുന്നവയെ എങ്ങനെ ക്രിയാത്മകമായി മാറ്റാം എന്ന് കാണിച്ചു തരികയാണ് നിഫയുടെ വേസ്റ്റ് മെറ്റീരിയൽ ആർട്ട് കോntest. ക്യാഷ് പ്രൈസിനായുള്ള മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ദിയ നസ്റിൻ PS, സെക്കൻഡ് BCom A. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു അമൽ ദേവ്, സെക്കൻഡ് BCom B. തേർഡ് പ്രൈസ് ഗോസ് ടു അരുന്ധതി, സെക്കൻഡ് BCom B. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. നമസ്കാരം, ഞാൻ ജിബു ജേക്കബ്. തൃശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇത്തവണത്തെ ഓണാഘോഷങ്ങൾ ഓൺലൈനായിട്ടാണ് ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പ്രിയമിത്രങ്ങളെ, നമസ്കാരം. ഞാൻ മനോമോഹനൻ, നാടക സിനിമ സീരിയൽ പ്രവർത്തകൻ. 2018 മുതൽ നാളിതുവരെ നമ്മളെല്ലാവരും പലവിധ കൃതികളാൽ ഒരു ഗതിയും പരഗതിയുമില്ലാതെ നെട്ടോട്ടമോടുകയാണ്. ഈ അവസ്ഥയിൽ ഒരല്പം ആനന്ദത്തിനായി തൃശൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന ഓൺലൈൻ ഓണാഘോഷത്തിന് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ മഹാമാരിയും പെയ്തൊഴുകും, ഈ കൊടുങ്കാറ്റും വീശൊഴുകും. നമുക്ക് പൂർവാധികം ഊർജ്ജസ്വലരായി തിരിച്ചു വരണം. അതിനായി മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ ഉപയോഗിക്കുക, അകലം പാലിച്ച് നമുക്ക് കൈകോർക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ആശംസകൾ, 1000 ആശംസകൾ, ഓണാശംസകൾ. നന്ദി, നമസ്കാരം. Hello everybody, it's Mehran. I'm from Iran and wish you all the best for your online Onam celebration. For you guys of the Thrissur Cooperative Arts and Science College. I saw your college in the internet and actually you have no idea how much I'm excited and actually I would like to be there. I hope someday I will be there. Love you all, wish you all the best. ഓണമെന്ന സൗന്ദര്യത്തിനൊപ്പം ചുവടുകളുമായി ഓണം സുന്ദരികളും സുന്ദരന്മാരും. ഓണം സുന്ദരി സുന്ദരൻ മത്സരം. ജഡ്ജസ് നൽകുന്ന മാർക്കിനൊപ്പം കോളേജ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ലൈക്സും പരിഗണിച്ച് വിജയികളെ പിന്നീട് പ്രഖ്യാപിക്കും. അപ്പോ തുടങ്ങാം ഓണം സുന്ദരി സുന്ദരൻ മത്സരം. ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരൻ
നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. മോഹനരാഗം നിന്റേകം കീർത്തനമാക്കി ഞാൻ പാടും. കണ്ണാന കണ്ണേ എൻ സ്വന്തമല്ലോ നീ. സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വെച്ച് കണ്ണിൽ കണ്ണും വെച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം സുന്ദരൻ നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. ചപ്പരമഞ്ചത്തിൽ ആട സ്വപ്ന ലോകത്തിൽ കൂട. പ്രേമത്തിൻ ഗീതങ്ങൾ പാട സ്വർഗത്തിൽ ആനന്ദം തേട. ശയന നേരം മന്മതയാളം പുലരി വരയിൽ നമ്മുടെ ലോകം. സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. സുന്ദരൻ നീയും സുന്ദരി ഞാനോ ചേർന്നിരുന്നാൽ തിരുവോണം. കയ്യിൽ കയ്യും വച്ച് കണ്ണിൽ കണ്ണും വച്ച് നെഞ്ചിൻ മന്ത്രം കൊണ്ട് ചേരുന്ന നേരം സുന്ദരി നീയും സുന്ദരം ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം. നമസ്കാരം, ഞാൻ ബിലഹരിയാണ്. കോവിഡിനെതിരായിട്ടുള്ള അതിജീവനത്തിലാണല്ലോ നമ്മളിപ്പോൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കലയുടെ അവസ്ഥയിലും ഇതിന് മാറ്റമില്ല. അപ്പോൾ കോഓപ്പറേറ്റീവ് കോളേജിൻ്റെ ഓൺലൈൻ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ പുതുതായിട്ട് പുറത്തു വരാനിരിക്കുന്ന കുടുക്ക് 2025 സിനിമയുടെ പേരിൽ ഞാനും ഉണ്ടാവും നിങ്ങളോടൊപ്പം. അതിജീവനത്തിൻ്റെ ഓണാഘോഷത്തിൽ നമുക്കൊരുമിച്ച് കൈകോർക്കാം. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഹായ്, ഞാൻ റാം മോഹൻ.
കോവിഡിൻ്റെ ഈ സമയത്തും ഓണാഘോഷങ്ങൾ ഓൺലൈനായി നടക്കുന്നു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. കോപ്പറേറ്റീവ് കോളേജിൻ്റെ ഈ വർഷത്തെ ഓൺലൈൻ ഓണാഘോഷങ്ങളിൽ ഞാനും കുടുക്ക് 2025 എല്ലാ ടീം അംഗങ്ങളും പങ്കുചേരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് കുടുക്ക് 2025 എന്ന സിനിമയുടെ എല്ലാ ടീം അംഗങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ വർഷം ഓൺലൈനാണെങ്കിലും അടുത്ത വർഷം ഓണം കൂടുതൽ ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാവ് എ ഗ്രേറ്റ് ടൈം. നമസ്കാരം. തൃശ്ശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ഓണാഘോഷത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. Novel coronavirus disease spread can be stopped. Always cover mouth with handkerchief or tissue while coughing and sneezing. Wash your hands with soap frequently. Avoid touching your eyes, nose and mouth. Keep at least 1 meter distance and avoid close contact with anyone with cough, fever or difficulty in breathing. If required, visit nearest health facility. വിശേഷങ്ങള്? അടിപൊളി. വിശേഷങ്ങൾ എന്തുട്ടായിന്ന് അറിയാൻ വേണ്ടിട്ടാ നിന്നെ വിളിച്ചേ. അപ്പൊ നീ എന്നോടാ ചോദിക്കണേ? അല്ല, എന്താ നമ്മുടെ പരിപാടികളൊക്കെ? പരിപാടിയാ? എന്തുട്ട് പരിപാടി? നമ്മുടെ മാഗസിന്റെ പരിപാടികള് നീ മറന്നാ? സംഭവിക്കലുണ്ടാവോ? അതാ പരിപാടി. അതെന്തിട്ട് ചോദ്യണ്ടി? കൊമ്പന് നെറ്റിപ്പട്ടം പോലെയാണ് നമ്മുടെ കോളേജിന് നമ്മുടെ മാഗസിൻ. മണ്ണിനുള്ളിൽ നിന്ന് നിധി കുഴിച്ചെടുക്കണ പോലെ നമ്മള് പിള്ളേരുടെ ഉള്ളിലത്തെ കഴിവും വാസനയും പുറത്തെടുക്കാനും അത് പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിട്ട് നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും അധ്യാപകരൊക്കെ തുടങ്ങിയ ഒരു സംരംഭം. അതിങ്ങനെ കൈമാറി വന്ന് നിക്കണത് ഇപ്പോ നമ്മുടെ കയ്യിലാണ്. ചോദിച്ച ചങ്ക് പറിച്ച് കൂടെ നിക്കണ നമ്മുടെ പിള്ളേരും എന്തിനും കട്ടയ്ക്ക് കൂടെ നിക്കണ നമ്മുടെ അധ്യാപകരും കൂടെയുള്ളപ്പോ നമ്മളിത് ചെയ്യാണ്ടിരിക്കുന്ന നിങ്ങക്ക് തോന്നണ്ട. സംഭവം ഈ കൊറോണ സീസണിൽ വാക്സിൻ എടുക്കാൻ സ്ലോട്ട് കിട്ടിയില്ലെങ്കിലും നമ്മുടെ തൃശ്ശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ മാഗസീൻ വൈഖരിയില് നമ്മുടെ ക്ടാങ്ങൾക്കും അവരുടെ കഴിവിനും എന്നൊരു സ്ലോട്ട് ഉണ്ടാവും. നമ്മള് പൊളിക്കും, പൊളിച്ചടക്കും. ഹലോ, ഞാൻ ശ്രുതി. കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. നമ്മുടെ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ മാറ്റി വെക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും
നമ്മുടെ ഓണാഘോഷം ഓൺലൈനായിട്ട് നടത്താമെന്ന് തീരുമാനിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അല്ലെങ്കിൽ നമ്മുടെ കോളേജ് സ്പോർട്സിനും കായിക പരിപാടികൾക്കും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോളേജാണ്. അപ്പോൾ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഈ വർഷത്തെ ഓൺലൈൻ ഓണാഘോഷങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. നമസ്കാരം, എൻ്റെ പേര് രഞ്ജീഷ്. എൻ്റെ ഭാര്യ വൃന്ദ, മകൾ ആരുഷി. പ്രീ ഡിഗ്രി ഞാൻ കോളേജിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. 2004 പാസ് ഔട്ട് ആയതാണ്. അപ്പോൾ എൻ്റെ പ്രിയ കൂട്ടുകാർക്കും അധ്യാപകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഹാപ്പി ഓണം. നമസ്കാരം, എൻ്റെ പേര് സജിത്ത്, വൈഫ് രാഖി, മക്കൾ യദുകൃഷ്ണൻ, സായികൃഷ്ണൻ. ഞാൻ രണ്ടുപേരും കോപ്പറേറ്റീവ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഞാൻ 2008 BCom പാസ്ഡ് ഔട്ടാണ്. അതേ വർഷം തന്നെ നിഫയുടെ പ്രസിഡൻറ്റുമായിട്ട് അവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു. സോ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവർക്കും, കോപ്പറേറ്റീവ് കോളേജിലെ എല്ലാ അധ്യാപകർക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമസ്കാരം, എൻ്റെ പേര് വിമേഷ്, ഇതെൻ്റെ മോള് വേദിക. ഞങ്ങളിപ്പോൾ ഖത്തറിലാണുള്ളത്. 2004 BCom ബാച്ചായിരുന്നു. പ്രീ ഡിഗ്രിയും അവിടെ തന്നെ പഠിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. ഓണം ആഘോഷിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രിയ അധ്യാപകർക്കും ഞങ്ങളുടെ ഓണം ആശംസകൾ. എല്ലാവർക്കും ഓണം ആശംസകൾ. ഹായ്, ഹലോ, നമസ്കാരം. തൃശ്ശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ ഇക്കുറി സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ഓണാഘോഷ പരിപാടികൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, നമസ്കാരം. ഞാൻ കലാഭവൻ സതീഷ്. ഓണം നമ്മൾ മലയാളികൾക്ക് എന്നും വല്ലാത്തൊരു വികാരമാണ്. അതിലവിടെ ജാതിയോ മതമോ ഭേദമോ ഒന്നുമില്ല. എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ അതിനെ പ്രത്യേകിച്ച് ഈ ഓണത്തെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ വളരെ മാതൃകാപരമായിട്ട് ഒരു വെർച്വൽ ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കോളേജ്, തൃശ്ശൂർ കോപ്പറേറ്റീവ് കോളേജ്. ഈ കോളേജിലെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. മാവേലിത്തമ്പുരാന്റെ എഴുന്നള്ളത്ത് മാമല നാടൊന്നാകെ വരവേൽക്കുന്നു. പൂവായ പൂവെല്ലാം പൊൻകണിയായി നിറയുന്നു. പൂവാലൻ തേൻകിളികൾ പുല്ലാങ്കുഴലൂതുന്നു. പൂവാലൻ തേൻകിളികൾ പുല്ലാങ്കുഴലൂതുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രസീത ചാലക്കുടി. തൃശ്ശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കുട്ടികൾ ഓൺലൈനായിട്ട് ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു. നമ്മുടെ കുട്ടികളുടെ മനോഹരമായ ഈ ഒരു ഓൺലൈൻ കലോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ചും എല്ലാവർക്കും ഓണാശംസകൾ. ഹായ്, നമസ്കാരം. ഞാൻ ജൻസൺ ഉറപ്പട്ടാണ്. തൃശ്ശൂർ കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഓണാഘോഷം ഈ വട്ടം ഓൺലൈനായിട്ടാണ്. അപ്പോൾ അവിടുത്തെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും, സ്റ്റാഫിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ നേരുന്നു. Hi, I am Jade and I am from Belgium. I wish all the students and staff of Trisha Cooperative Arts and Science College a very happy online Onam celebration. Hello everybody, it is Dhruv Pandey and wish you all the best for your Onam online celebration for you guys of the college Thrissur Cooperative Arts and Science College. I have seen your college and that is really very nice. Love you all, wish you all the best. പൊന്നോണം വരവായി പൊൻചിങ്ങ കതിർ ചൂടുവാൻ ഈ ചിങ്കാര തിരുവോണമാ
ഒളിച്ചേർത്തെ ട്രാക്ക് മാറ്റി. ജാതിമത ഭേദമന്യേ ഏവരും ഒന്നാകുന്ന ഒരു മഹോത്സവമാണ് തൃശ്ശൂർ പൂരം. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മഹോത്സവം തന്നെയല്ലേ നമ്മുടെ ഈ ഓണവും. പ്രത്യേകിച്ച് ഓണസദ്യ, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നുള്ള ആ ഓണസദ്യ. സദ്യയിലെ കുറേയേറെ വിഭവങ്ങൾ നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞു. പക്ഷെ സദ്യ പൂർണ്ണമാവണമെങ്കിൽ ഒടുവിൽ പാലട വിളമ്പണം. പാലടയുടെ മാധുര്യം തുളുമ്പുന്ന ഒരു ഐറ്റമാണ് ഇനി വരാൻ പോകുന്നത്. കാണാൻ പോണ പൂരം കണ്ടറിഞ്ഞാൽ മതി. അല്ല കൂട്ടരെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? ഓണങ്ങെത്തിയില്ലേ? എന്റെ മാഷെ, നിങ്ങൾ ആ പൂക്കളത്തിൽ നിന്ന് ശ്രദ്ധിച്ചേ. അല്ല ടീച്ചർമാരെ, എന്തായി സദ്യോട്ടങ്ങൾ? ഇവിടം ഒരുങ്ങുകയാണ് ഓണത്തിനൊപ്പം. പൊട്ടിപ്പാറണ തേരാണേ, ആഘോഷത്തേരാണേ, ആരാടണ ധാരാണേ, ആകാശക്കൂടാണേ. ഇതിലേ വരു നീ മധുചന്ദ്രികയേ, ഇവരിൽ ഇനി നിൻ മധുരം മതിയേ. കണ്ണാടി മാനത്ത
തമ്മാനമാടാൻ എന്താടി മൈനെ ചെല്ലാതടി തമ്പ്രാന്റെ കയ്യിൽ നിന്നെന്താണു പെണ്ണെ പൊന്നാട വാങ്ങാൻ വയ്യാതടി തിണവിളയണ പാടം മീതെ ചിറകേറി കുറുകി വരുന്നേ ഒരു നാടൻ മാടപ്രാവോ ഇവളീ പെണ്ണ് ഇനി നാടാകെ നീയാണേ നേരാണെന്നേ തരിനോവോ നിന്നിൽ വീഴാതെ നോക്കാമെന്നേ ഇതിലേ വരും നീ മധുചന്ദ്രികയേ ഇവരിൽ ഇനി നിൻ മധുരം മതിയേ തമ്മാനമാടാൻ എന്താടി മൈനെ ചെല്ലാതടി തമ്പ്രാന്റെ കയ്യിൽ നിന്നാണു പെണ്ണെ കൊണ്ടാട വാങ്ങാൻ വയ്യാതടി പടമുറുകിയ കാലം പോലെ അടി വീണൊരു നേരം പോലെ വടിവാളോ നാടൻ തല്ലോ ഇനിയില്ലെന്നേ ഇനി നാട്ടാരും വീട്ടാരും കൂട്ടാണെന്നേ കുടമാറ്റം കാണാനയ്യ മാറ്റേറുന്നേ മടിയാ തടിയാ ഇതിലേ വരിക ഇവിടാ ഇവിടാ പൊട്ടിപ്പാറിടുക തൃശൂർ പൂരത്തിന്റെ ഏറെ വികാരനിർഭരമായ തൃശൂർ പൂരത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് നടക്കുന്ന ഉപചാരം ചൊല്ലുന്ന ഈ വേദിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, നമുക്കും ഉപചാരം ചൊല്ലേണ്ട സമയമായിരിക്കും. പക്ഷേ തൃശൂർ പൂരം കഴിഞ്ഞ് തേക്കിൻകാടിൽ നിന്നും പോകുന്ന ഓരോ പൂരപ്രേമിയും മനസ്സിൽ കുറിക്കുന്നത് അടുത്ത വർഷം മേടം നാളിലെ പൂരം നാളിൽ ഈ മണ്ണിൽ എത്തും എന്നാണ്. നമ്മുടെ മനസ്സിലും നമുക്ക് അങ്ങനെ തന്നെ കുറിച്ചിടാം. അടുത്ത ഓണത്തിന് അത് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നമ്മുടെ കുടുംബം ഇതുപോലെ ഒത്തുകൂടും, ആഘോഷിക്കും. കഴിയുമെങ്കിൽ ശക്തനായ ഒരു വാമനൻ വന്ന് നമ്മുടെ കൊറോണ എന്ന ആ മഹാമാരിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തട്ടെ. അതിജീവനത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ നമുക്ക് തുറക്കാൻ കഴിയട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ ജാഗ്രതയുടെ കരുതലിൻ്റെ ഓണാശംസകൾ.